നീയില്ലായ്മയുടെ നോവ്. രചന നൂർജ സജിദ്. അവതരണം ഷാഹുൽ മലയിൽ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഷെബി അടുക്കളയിലാണ്. ഷെബി, ഇക്ക വിളിച്ചു. ഇക്ക അടുക്കളയിലേക്ക് വന്നു. ഷെബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് സെലീന. എനിക്ക് സെലീനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ സെലീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇക്കയിടയ്ക്ക് എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാറുള്ളതാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ? ഇക്കയുടെ സന്തോഷം എന്താണോ അത് ചെയ്തോ. ഞാൻ മറ്റൊരു വിവാഹം ചെയ്താൽ നീയും എൻ്റെ കൂടെ വേണം. അതാ എൻ്റെ സന്തോഷം. നീ വേഗം വീട്ടിലെ പണികൾ ഒതുക്ക്. നമുക്ക് ആ കുട്ടിയെ കാണാൻ പോകണം. നീ അവളെ കാണണം, സംസാരിക്കണം. ഇക്ക എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊക്കെ കാര്യമായിട്ടാണോ പറയുന്നത്? ആ, സത്യമാണ് ഷെബി. എന്തേ? ഷെബിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. ഏതൊരു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ഓർക്കുന്ന പോലും സഹിക്കില്ല. ഇവിടെ ഇക്ക പറയുന്നത് സത്യമാണോ? ഷെബിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഷെബിയുടെ കണ്ണ് നിറഞ്ഞു. ഷെബി, നിനക്ക് വിഷമായോ? എടോ, എനിക്ക് നീയും വേണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഷെബി മനസ്സിലെന്തോ തീരുമാനിച്ച പോലെ ഇക്കയോട് പറഞ്ഞു. ഓക്കെ ഇക്ക, ഞാൻ വരാം. മനസ്സോടെ ഷെബി ഇക്കയുടെ കൂടെ പോയി. മുന്നോട്ട് വെക്കുന്ന ഓരോ കാൽപാദവും പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നി ഷെബിക്ക്. ഓടിട്ട ചെറിയൊരു വീടാണ് സെലീനയുടെ. ഒന്ന് കുനിഞ്ഞു വേണം ഉമ്മറത്തേക്ക് കയറാൻ. ചാന്തിട്ട് മെഴുകിയ നിലം. വീടിന് മുമ്പിൽ കൽപ്പടവുകളോട് കൂടിയൊരു കുളമുണ്ട്. ഒരു സൈഡിൽ കല്ലുകൾ ഇടിഞ്ഞ് വീണിരുന്നു. പുഞ്ചിരിച്ച മുഖവുമായി സെലീനയുടെ ഉമ്മ പുറത്തേക്ക് വന്നു. ഇക്കയെ മനസ്സിലായെന്ന് തോന്നുന്നു അവരുടെ ഭാവത്തിൽ. കയറിയിരിക്കി, ഉമ്മ പറഞ്ഞു. കസേരയിലായിരുന്നു ഉമ്മറത്ത്. ഷെബി ഇക്കയും ഉമ്മറത്തെ ചെറിയ തിണ്ണയിലിരുന്നു. ചായ എടുക്കട്ടെ? ഉമ്മ ചോദിച്ചു. വേണ്ട, ഷെബി പറഞ്ഞു. ഉമ്മക്ക് ഞങ്ങൾ മനസ്സിലായോ? ഇക്ക ചോദിച്ചു. സെലീന പറഞ്ഞിരുന്നു. ഷെബിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ തോന്നി. എവിടേക്കോ താൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ. ഇവിടെ ആരോ ഉള്ളത്? ഷെബി ഉമ്മയോട് ചോദിച്ചു. ഞാനും 3 പെൺമക്കളും. ഉപ്പ നേരത്തെ ഞങ്ങൾ തനിച്ചാക്കിപ്പോയി. ഉമ്മയുടെ വാക്കുകളൊന്നും ഇടറി. ആ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുന്ന ഷെബി കണ്ടു. മൂത്തവള് ഹാജറ. അവൾക്ക് 30 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ വിഷമം ഉമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. രണ്ടാമത്തോള സെലീന, 25 വയസ്സായി. ഓള് +2 വരെ പഠിച്ചു. ഓൾക്ക് ചെറിയൊരു ജോലിയുണ്ട്. ആകെയുള്ള ആശ്രയം ഞങ്ങൾക്ക് അതാ. മൂന്നാമത്തോള് തനൂജ, 18 വയസ്സായി. തനൂജക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഉപ്പ മരിച്ച്. ഈ സമയം ഹാജിറ 2 ഗ്ലാസ് കട്ടൻ ചായയുമായി ഷെബിക്ക് ഇക്കാക്കുന്നേരം നീട്ടി. ഹാജിറ അവരെ നോക്കി പുഞ്ചിരിച്ചു. വയസ്സിനേക്കാൾ പ്രായം തോന്നുമായിരുന്നു അവൾക്ക്. ഒരു പ്രൈവറ്റ് സ്കൂളിലെ പ്യൂണാണ് സെലീന. അതേ സ്കൂളിലെ ബസ് ഡ്രൈവറാണ് ഇക്ക. സ്കൂളിൽ വെച്ചാണ് ഇക്ക സെലീനയെ പരിചയപ്പെടുന്നത്. ഉമ്മ, സെലീനയുടെ കണ്ടില്ലല്ലോ. സെലീനയെ കുറിച്ച് ഉമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇക്ക ചോദിച്ചു. എനിക്കെൻ്റെ ഭാര്യ ഷെബിക്കും സെലീനയെ ഇഷ്ടമാണ്. എൻ്റെ 2ാമത്തെ ഭാര്യയായിട്ട് സെലീനയെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരണം. ഇക്ക അത് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഇരയെ വരിഞ്ഞു മുറുക്കിയ പെരുമ്പാമ്പിനെ പോലെ എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. ശ്വാസം നിന്നുപോയെന്ന് വരെ തോന്നി. ജീവിതത്തിൽ ഇതിനേക്കാൾ വെറുക്കുന്ന വേദനയില്ല. നിങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതം, സെലീനയുടെ ഉമ്മ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് സെലീന വാതിലപ്പുറം നിൽപ്പുണ്ടായിരുന്നു. മോളെ, ഇങ്ങ വാ, ഉമ്മ വിളിച്ചു. ഒരു ചെറുപുഞ്ചിരിയോടെ സെലീന ഉമ്മറത്തേക്ക് വന്നു. ഇരുനിറമാണ് സെലീന. പച്ചക്കളറുള്ള ചുരിദാറാണ് വേഷം. കാഴ്ചക്ക് കുറ്റം പറയാനില്ലാത്ത സൗന്ദര്യമുണ്ട്. അവൾ എന്നെ നോക്കി. പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഭയമുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ. ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത എൻ്റെ പ്രാണനെയാണ് നീ പറിച്ചെടുക്കുന്നത്. നീ ചിന്തിക്കുന്നുണ്ടോ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ ചെയ്യുന്നത് ശരിയാണോ എന്ന്? ഇന്നലകളിൽ എവിടെയോ കണ്ടുമുട്ടിയ ബന്ധമല്ല ഞങ്ങളുടെ. ചോരയിൽ അടർന്ന 2 ഇതളുകൾ ആത്മാവിൻ്റെ ശ്വാസമായി എന്നിൽ ഉതിർന്ന ബന്ധമാണ്. ഷെബിക്ക് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കി സെലീനയുടെ മുന്നിൽ തോൽവിയാവാതിരിക്കാൻ. മൗനമാണ് എൻ്റെ പ്രതിഷേധമെന്ന് ഇക്ക മനസ്സിലാക്കാൻ. പ്രതീക്ഷകളാൽ ഞാൻ പണിത കൊട്ടാരത്തെ ഒറ്റ ദിവസം കൊണ്ടാണ് തട്ടിമറിച്ചത്. സെലീനയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. സെലീനയുടെ ഇക്കയുടെ നിക്കാഹ് കഴിഞ്ഞു. അന്ന് താമസിക്കുന്ന സെലീനയുടെ വീട്ടിലാണ്. ഷെബിയും കൂടെ നിൽക്കണമെന്ന് ഇക്ക വാശി പിടിച്ചു. എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുമ്പോൾ ഇക്ക അറിഞ്ഞില്ലേ അതിൽ പാതി ഇക്കയുടേതും കൂടിയാണെന്ന്. വികാരങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട പോലെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. സെലീനയുടെ ബന്ധുക്കളിൽ ചിലർ പോയിട്ടില്ല. സെലീനയുടെ വീട്ടുകാരും ബന്ധുക്കളും ഇക്കയുടെ ഓരോ തമാശ പറഞ്ഞ് ചിരിക്കുന്നു. ഇക്കയുടെ മടിയിൽ സെലീനയുടെ ബന്ധുവിൻ്റെ കുഞ്ഞുണ്ട്. തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടയിൽ ഇക്ക കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട്. എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇക്ക ഈ വീട്ടിൽ അംഗമായി മാറിയിരിക്കുന്നു. എൻ്റെ ഹൃദയം ഒന്ന് പിടച്ച്. ഉമ്മറത്തെ തിണ്ണയിൽ ഒരു മൂലയിൽ ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. എൻ്റെ മനസ്സ് കടൽ തിരമാല പോലെ ആർത്തലക്കുകയായിരുന്നു. ഇന്നലെ വരെ എൻ്റെ സ്വന്തമെന്ന് കരുതിയ എൻ്റെ ഇക്ക ഇന്നു മുതൽ മറ്റൊരാൾക്ക് കൂടി അവകാശിയായിരിക്കുന്നു. ഷെബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ചുടുകണ്ണീർ ഷെബിയുടെ കാലിലേക്ക് ഇറ്റി വീണു. കാലിൽ പൊള്ളിയ പോലെ തോന്നി.
അത്രയ്ക്കും മനസ്സിലടക്കി കരയുന്നുകൊണ്ടാവാം കണ്ണുനീരിന് ചൂട് കൂടിയത്. എൻ്റെ അരികിൽ നിന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു 25 വയസ്സ് തോന്നിക്കുന്ന ചെറുപ്പക്കാരൻ. ഞാൻ സെലീനാൻ്റെ ഉമ്മാൻ്റെ സഹോദരൻ്റെ മകനാ. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഒന്നുമില്ലാതെയായതിൻ്റെ വിഷമം അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. സെലീനെ ഇക്ക വിവാഹം ചെയ്യുന്നതിൽ എതിർപ്പുണ്ടായിരുന്ന അവനെന്ന് തോന്നി. എൻ്റെ നിസ്സഹായാവസ്ഥയും മുഖവും കണ്ടിട്ടാവണം അവൻ്റെ മുഖത്ത് എന്നോട് സഹതാപം ഉണ്ടായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, ഇത്താക്ക് എങ്ങനെ പിടിച്ചിക്കാൻ കഴിയുന്നു? അതുകൂടി കേട്ടതോടെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഇരുട്ട് പരന്നു തുടങ്ങി. ഞാൻ കുളത്തിനടുത്തേക്ക് നടന്നു. കൽപ്പടവുകളിൽ ഇരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇത്ത, എന്താ ഇത്തൊന്നും മിണ്ടാത്ത്? ഞാൻ അവനെ നോക്കി. ഇത്ത, സെലീനെ എനിക്കിഷ്ടമായിരുന്നു. ആ ഇഷ്ടം അവൾക്ക് എന്നോടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് ചോദിച്ച അവളോട്. ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല അവൾ. അവളെന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇത്താക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഷെബി എണീറ്റ് 2 പടവുകൾ കൂടി ഇറങ്ങി വെള്ളത്തിലേക്ക് നോക്കി നിന്നു. പച്ചയാൽ മൂടിക്കിടക്കുന്ന ആ വെള്ളത്തിൽ 2 പ്രണയം പറഞ്ഞിരിക്കുന്നു. ഞാൻ മനസ്സിലോർത്തു, എന്തിനു വേണ്ടി? നിഴലായി കൂടെയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കുളവാഴക്കിടയിൽ ഒളിക്കാനല്ലേ? ഇത്തെന്താ ആലോചിക്കുന്നത്? നിനക്കറിയോ, ഞാനിക്കയും വഴക്കിടുമായിരുന്നു. എങ്കിലും അതിനൊരു ദിവസത്തെ ആയുസ് പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇല്ല ഇക്കയായിരുന്നു. ഇക്കാക്കും അങ്ങനെയായിരുന്നു. വാക്കുകളാൽ തീർത്ത കിനാവുകൾ എത്ര ഭംഗിയായി അടർത്തി മാറ്റി. ഇടയ്ക്ക് ഇക്ക എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ മറ്റൊരു വിവാഹം ചെയ്തോട്ടെ എന്ന്. എന്നാലും ഞാൻ പറയും, കഴിച്ചോളൂ, പക്ഷെ ഞാൻ കൂടെ ഉണ്ടാവില്ലെന്ന്. അപ്പം ഇക്ക പറയും, നീയും അവളും വേണം എൻ്റെ കൂടെ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്ന്. ഇതെല്ലാം ഒരു തമാശയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. തമാശ എന്നോളം ഞാൻ പറയും, ഞാനുണ്ടാവും കൂടെ ഇക്ക മറ്റൊരു വിവാഹം കഴിക്കുന്നവരെ. എൻ്റെ കാരണം കൊണ്ടാണ് ഇക്ക മറ്റൊരു വിവാഹം കഴിക്കുന്നതെന്ന് ആരും പറയരുത്. ഇതെല്ലാം വീണ്ടും ഒരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നതെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരിനും കാലം മറുപടി പറയിപ്പിക്കും. ഞാൻ കണ്ട സ്വപ്നം ഇനി വെറും മണൽ കൊട്ടാരമാണ്. ഷെബിക്ക് തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല. ഷെബിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവൻ നിന്നു. ഇത്ത, ഇങ്ങനെ വിഷമിക്കില്ലേ? ഇത്രമാത്രം ഇത്ത സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ത ഈ വിവാഹത്തിന് എതിര് നിൽക്കാത്തത്? എന്തിനെതിര് നിൽക്കണം? ഇരുണ്ട രാത്രിക്ക് കൂട്ടിയിരിക്കുമ്പോൾ നിലാവെളിച്ചം പോലെ വന്ന പ്രതീക്ഷകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. എന്നിട്ടോ കൽബിൻ്റെ ആകാശത്ത് മറഞ്ഞിരുന്നു. ഇക്ക ജീവിക്കട്ടെ സന്തോഷമായിട്ട്. അവളുടെ ഉമ്മാക്കും സന്തോഷമായില്ല. സെലീനാക്കൊരു ജീവിതവും കിട്ടി. എല്ലാവരും സന്തോഷിക്കട്ടെ. ഓർത്തു വയ്ക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് മതി എനിക്ക്. എൻ്റെ ചങ്കിടറി അവനെന്നെ സഹതാപത്തോടെ നോക്കി. പടവുകൾ കയറി വന്ന് ഞാൻ. അപ്പോഴേക്ക് ഇരുട്ട് കൂടുതൽ പരന്നിരുന്നു. ഉമ്മറത്ത് ഇക്കയെ കാണുന്നില്ല. ഒരുപക്ഷെ ഇക്കയും സെലീനയും സന്തോഷം പങ്കുവെക്കുകയാവും. അത് കാണാനുള്ള ശക്തി ഷെബിക്കില്ലായിരുന്നു. എവിടെയോ പെയ്യുന്ന മഞ്ഞിനായി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. യാത്ര പറയാതെ എന്നേക്കുമായി ഇക്കയുടെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും യാത്രയായി. പ്രകൃതിക്ക് പോലും എൻ്റെ മനസ്സിൻ്റെ നീറ്റിൽ അറിയാൻ കഴിയുന്നു എന്ന് തോന്നി. അത്രമേൽ ശക്തിയുണ്ടായിരുന്നു അന്നത്തെ ഇരുട്ടിന്. ഇനിയുള്ള കാലം ഞാൻ ഒറ്റയ്ക്ക്. ഷെബി ഇരുട്ടിലേക്ക് നടന്നകന്നു. ഇരുട്ടിൽ കൂട്ടിന് ഏകാന്തത മാത്രം.